പൊതു താൽപര്യ ഹർജിയായി ആ ഹർജി സ്വയം കേസെടുക്കുകയും അതിനെക്കുറിച്ച് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. കൃത്യമായി ക്ഷേത്രങ്ങളിൽ എന്ത് നടക്കണം, കാണിക്ക അർപ്പിക്കുന്ന ഭണ്ഡാരം വരവ് എങ്ങനെ എണ്ണണം, കാണിക്കയായി ഭക്തന്മാരെ അർപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപ കട്ടുകൊണ്ടുപോയപ്പോൾ തെളിവ് ലഭിച്ചപ്പോഴാണ് കോടതി CCTVയുടെ നിരീക്ഷണത്തിലായിരിക്കണം എണ്ണുന്നത്, ഇന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കണം, ഹൈക്കോടതി പറയുന്ന 3 ഭക്തന്മാരെങ്കിലും ആ എണ്ണുന്ന പ്രക്രിയ നടക്കുന്നിടത്ത് ഉണ്ടാകണം. ഓരോ ദിവസവും എണ്ണുന്ന പണം അതാത് ദിവസം ബാങ്കിൽ ട്രഷറിയിൽ അടയ്ക്കണം. അവിടെ കിട്ടുന്ന കാണിക്കയായി കിട്ടുന്ന ഓട്, പിച്ചള, ചെമ്പ്, നാണയം, മറ്റ് വസ്തുക്കളെല്ലാം റെക്കോർഡായി സൂക്ഷിക്കണം. എല്ലാ വർഷവും അങ്ങനെ കിട്ടുന്ന വസ്തുക്കൾ ഗോഡൌണിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. തുടങ്ങി വളരെ കൃത്യമായ നിബന്ധനകളും നിർദ്ദേശങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത് പുറത്തു വന്ന ഒരു വാർത്ത അത്ഭുതപ്പെടുത്തുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. എന്താണ് ആ വർണ്ണന? 1998 ഒരു വലിയ വ്യവസായി വിജയ് മല്യ ദേവസ്വം ബോർഡിനോട് പറഞ്ഞു, ശബരിമലയിലെ മേൽക്കൂര, ശബരിമലയിലെ താഴികക്കുടം, ശബരിമലയിലെ വാതിൽപ്പാളി, ശബരിമലയുടെ വാതിൽപ്പാളിയിൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഇത്രയും ഞങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു തരാം. സ്വർണം കൊണ്ട് പൊതിഞ്ഞു തരാം എന്നാ പറഞ്ഞത്, സ്വർണം പൂശിത്തരാം എന്നല്ല. സ്വർണം കൊണ്ട് പൊതിയാൻ അവര് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 24 കാരറ്റ് മൂല്യമുള്ള മാറ്റുള്ള 30 കിലോ 300 ഗ്രാം 8 ഗ്രാമാണ് ഒരു പവൻ എന്നറിയണം. 30 കിലോയും 300 ഗ്രാമും സ്വർണം അത് പാളികളാക്കി, ഷീറ്റുകളാക്കി മേൽക്കൂരയിൽ പതിപ്പിച്ചു, കതകിൽ പതിപ്പിച്ചു, കട്ടിലയിൽ പതിപ്പിച്ചു, ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചു. അത് വളരെ കൃത്യമായിട്ട് ദേവസ്വം റെക്കോർഡിൽ രേഖപ്പെടുത്തി. പത്രങ്ങളിൽ വാർത്ത വന്നു, 30 കിലോ 300 ഗ്രാം സ്വർണ്ണ തകിടുകൾ, ഷീറ്റുകൾ അത് മേൽക്കൂരയിൽ പതിച്ചു, കതകിൽ പതിച്ചു, വാതിൽപ്പടിയിൽ പതിച്ചു, ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചു. 40 വർഷത്തെ വാറണ്ടിയാണ്, 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് അത് പതിപ്പിച്ച കമ്പനി ദേവസ്വം ബോർഡ് നൽകിയത്. എന്ന് പറഞ്ഞാൽ 40 കൊല്ലത്തിനിടയിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ ഞങ്ങളുടെ ചെലവിൽ അത് പുതുക്കിത്തരും. ഇതാണ് മല്യയുടെ വാഗ്ദാനം. പക്ഷെ നമ്മൾ അറിയുന്നു, 1998, 99, 2000, 2019 കോവിഡ് കാലഘട്ടത്തിൽ കേരളം മുഴുവൻ അടങ്ങിക്കിടക്കുമ്പോൾ, ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടപ്പോൾ, അപ്പുറത്തെ വീട്ടിലെ പനിക്കാരന് പറ്റിയത്